എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സാങ്കേതിക വിദ്യയുടെ അസ്തിത്വത്തെ പറ്റിയാണ്, ദ എക്സിസ്റ്റൻസ് ഓഫ് അവർ ടെക്നോളജി. ഇന്ന് ഇന്ത്യയിൽ ടെക്നോളജി വളരെ മനോഹരമായിട്ട് ഉയർന്നിരിക്കുകയാണ്, വളരെ ശക്തമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബേസിക്കായിട്ട് പ്രൈമറി സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അവിടെ ടെക്നീഷ്യന്മാർ, ക്രാഫ്റ്റ്സ്മാൻമാർ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ടെക്നോളജിയുടെ അസ്തിത്വം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. 1961 ആക്ട് പ്രകാരം നാഷണൽ അപ്രന്റീസ് സ്കീം, ITI ഈ രീതിയിൽ കൊടുത്തിരുന്ന ട്രെയിനിങ് കഴിഞ്ഞ് 50% പ്രാക്ടിക്കലും 50% തിയറിറ്റിക്കലുമായിട്ട് ഇറങ്ങി NCTVT ഒക്കെ പാസ്സായി നല്ല ടെക്നീഷ്യനായിട്ടായിരുന്നു വിവിധ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ പുറത്തും പോയി വിദേശത്തും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രൈമറി സ്റ്റേജ് സപ്പോർട്ട് കിട്ടിയപ്പം നമ്മുടെ ടെക്നോളജി അങ്ങോട്ട് വാനോളം ഉയർന്നു. ശരിയല്ലേ? പക്ഷേ എന്ത് പറ്റി? അവിടെ നമ്മൾ വളരെ കേപ്പബിളായിട്ട് പ്രവർത്തിച്ചിരുന്ന ആ മേഖല ഇന്ന് അവിടുത്തെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു തുടങ്ങി. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 1961 ആക്ട് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് അമെൻമെൻറ്റ് ചെയ്തു. അന്ന് 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പും 2 വർഷത്തെ ITIയുമായിരുന്നു വ്യത്യസ്തമായ ട്രേഡുകളിൽ. ഈ അമെൻമെൻറ്റ് ശേഷം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അമെൻമെൻറ്റിന് ശേഷം 3 വർഷം 2 വർഷമായി 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ഗ്രാജുവേഷൻ എടുത്ത കുട്ടികൾ ടെസ്റ്റ് എഴുതി അപ്രൻറ്റീസ് കോഴ്സ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നു. അത് ഗവൺമെൻറ് അപ്രൻറ്റീസ്ഷിപ്പ് നടക്കുന്ന HRD ആയിക്കോട്ടെ, പ്രൈവറ്റ് ഇൻഡസ്ട്രി അറ്റാച്ച്ഡ് HRD ആയിക്കോട്ടെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടികൾ വന്നു കഴിയുമ്പം അവരുടെ 3 വർഷത്തെ ട്രേഡ് വൈസ് ഡ്യൂറേഷൻ ഓഫ് പീരിയഡ് 2 വർഷമായി. പിള്ളേർക്ക് ടെക്നിക്കലായിട്ടൊന്നും അറിയില്ല. ഈ 2 വർഷം ട്രെയിനിങ് വേണ്ടി വരുന്ന കുട്ടികളുടെ മനോഗതം എന്തായിരിക്കും? അവർക്ക് ആദ്യമേ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഇൻഡക്ഷൻ കോഴ്സ് കൊടുക്കുന്നു. സേഫ്റ്റി പ്രിക്കോഷൻ, സേഫ്റ്റി നോംസ്, പിന്നെ ആ ഇൻഡസ്ട്രിയെ പറ്റി, ഏത് ഇൻഡസ്ട്രിയാണോ അവിടുത്തെ പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റിയെ പറ്റി ജനറൽ ഒരു ഐഡിയ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവരെ നേരിട്ട് പ്രൊഡക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആ ഷോപ്പിൽ അല്ലെ ആ ബിൽഡിങ്ങിൽ സെമി ഓട്ടോ മെഷീനോ ഓട്ടോമാറ്റിക് മെഷീനോ അല്ലെങ്കിൽ CNC മെഷീൻ എന്തുണ്ടോ അവിടുത്തെ ഓപ്പറേറ്ററുടെ അസിസ്റ്റൻ്റായിട്ട് ഈ കുട്ടികൾ വർക്ക് ചെയ്യുക. ആ കുട്ടികളെ ആ ഓപ്പറേറ്റർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലെ ലൈൻ സൂപ്പർവൈസർ മനസ്സിലാക്കി കൊടുക്കുന്നു, ഇത് ഇന്ന മെഷീനാണ്, ഇത് ഇന്ന പ്രൊഡക്ഷനാണ്. ദേ ഡോണ്ട് നോ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ മെഷീൻ, ദേ ഡോണ്ട് നോ ദ ഫങ്ഷൻ ഓഫ് ദ മെഷീൻ. അവിടെ ഇൻപുട്ട്, റോ മെറ്റീരിയൽ, ഔട്ട്പുട്ട്, ഫൈനൽ പ്രൊഡക്റ്റ്, അത് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് എന്താണ് അവർക്കൊന്നും അറിയില്ല. അവർക്ക് ഈ ഓപ്പറേറ്റർ പറഞ്ഞു കൊടുക്കുന്നതും ജസ്റ്റ് ഒരു ഐഡിയയിൽ കൂടി ആണ് ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റിയെ കുട്ടികൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് നടക്കുന്നില്ല, തിയറിറ്റിക്കൽ ക്ലാസ് നടക്കുന്നില്ല. കാരണം ഇവർ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. അതായിരുന്നു ഈ അമെൻമെൻറ്റോട് കൂടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവരുടെ വ്യത്യസ്തമായ ട്രേഡിൽ അവർക്ക് എന്തോ ട്രെയിനിങ് ചെയ്യുന്നത്. കാരണം ഈ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരുന്ന കുട്ടികൾക്ക് തിയറിറ്റിക്കൽ ടെക്നോളജി എന്താ അറിയാവുന്നത്? അവർക്ക് മാത്സും അറിയാം, ഫിസിക്സും അറിയാം. ശരിയല്ലേ? ദേ മസ്റ്റ് നോ ട്രേഡ് തിയറി, ഓൺലി നമ്പർ 1, 2 വർക്ക്ഷോപ്പ് ടെക്നോളജി. ദേ മസ്റ്റ് നോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, വീട്ടിൽ ചെന്നിട്ട് ഗൂഗിളിൽ എന്തൊക്കെയോ കാണിച്ച് അവർ സെറ്റ് ചെയ്യുന്നു. അവർക്ക് HRD ഫംഗ്ഷൻ, HRDയുടെ ഔട്ട്പുട്ട് അവർക്ക് ശരിക്കും കിട്ടാത്തതുകൊണ്ട് ഈ 2 വർഷം കഴിഞ്ഞ് അവർ NCTVT എങ്ങനെയോ പാസ്സായി പുറത്തേക്ക് വരികയാണ്. പ്രിയ സുഹൃത്തുക്കളെ, അവർക്ക് എന്ത് നോളജാണുള്ളത്? കാരണം നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമതി, പുരോഗമതി എന്തായിരുന്നു? ടെക്നോളജി ഇംപ്രൂവ്സ് ത്രൂ സ്കിൽ ആൻഡ് നോളജ്. ഈ കുട്ടികൾക്ക് എന്താണ് സ്കില്ല്, എന്താണ് നോളജ്? അവരെങ്ങനെയൊക്കെയോ മറ്റുള്ള ഇൻഡസ്ട്രിയിൽ വേക്കൻസി വന്നെങ്കിൽ എങ്ങനെയൊക്കെയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ചിലർക്ക് കിട്ടുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ വരുമ്പം ഈ 15-20 വർഷം കൊണ്ട് നമ്മുടെ ടെക്നോളജിയുടെ അസ്തിത്വം, ദ എക്സിസ്റ്റൻസ് ഓഫ് അവർ ടെക്നോളജി വിൽ ടിൽറ്റ്. അതിന് ക്വാളിറ്റി വ്യതിയാനം വരും. അങ്ങനെ വരുമ്പം പതുക്കെ പതുക്കെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സ്തൂപമായിട്ട് നമ്മുടെ ടെക്നോളജി മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ഇതിന്
നേതൃത്വം വഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ബ്യൂറോക്രാറ്റ്സ്, അവിടുത്തെ റിലേറ്റഡ് ഉദ്യോഗസ്ഥന്മാർ ചിന്തിച്ച് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുന്നോട്ട് ഇത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ തന്നെ ഇന്ന് കുട്ടികൾ ഗൂഗിളിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. എന്തെങ്കിലും ടെക്നിക്കലോ എന്തെങ്കിലും നോൺ ടെക്നിക്കൽ ഉണ്ടെങ്കിൽ ദേ ആർ അപ്രോച്ചിങ് ടു ഗൂഗിൾ വിൽ ഗിവ് ദ ആൻസർ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരരുത്. ഇപ്പോൾ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എടുത്തൊരു കുട്ടിയോട് അവൻ്റെ 2 വീലറോ അവൻ്റെ 4 വീലറോ വീട്ടിലുള്ളത് ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവനത് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവന് അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ഇപ്പോൾ വീട്ടിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അവളോ അവനോ ഒരു സ്വിച്ച് ജസ്റ്റ് റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഹിമ്മത്തില്ല, അതായത് ധൈര്യമില്ല മാറ്റുവാൻ. ഒരു സിവിൽ എഞ്ചിനീയർ വീട്ടിലുണ്ട്, ഒരു ടാപ്പ് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അതും ഈ ടെക്നോളജിയുടെ അസ്തിത്വത്തിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് വെച്ചാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഈ കാര്യത്തിനൊരു ഉചിതമായ തീരുമാനം വന്ന് ഈ ആക്ട് മാറ്റി പഴയതുപോലെ ആക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ടെക്നീഷ്യന്മാരെ, മൾട്ടി സ്കിൽ ടെക്നീഷ്യന്മാരെ ഇന്ത്യക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആയതിനാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.